കലോത്സവങ്ങളൊക്കെ ഇങ്ങനെ മൊബൈലിലും ക്യാമറയിലും അല്ലാതെ സ്വന്തം കൈകൊണ്ട് പകർത്തി സൂക്ഷിക്കുന്ന ഒരു അധ്യാപകനുണ്ട്. ആ അധ്യാപകന് കലോത്സവങ്ങളെക്കുറിച്ച്, താൻ കണ്ട കാഴ്ചകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം അടുത്തതായി. ഇത് ഗോപി മാഷ്, ചിത്രകലാ അധ്യാപകനാണ്. സ്വദേശം തൃശ്ശൂരാണെങ്കിലും 3 പതിറ്റാണ്ടിലധികമായി പാലക്കാടാണ് തൊഴിലിടം. ഈ കാണുന്ന പുസ്തകവും തോൾ സഞ്ചിയുമാണ് മാഷിന്റെ അടയാളം. കലോത്സവ വേദിയിലെ സ്ഥിരം സാന്നിധ്യം. കലാപ്രകടനങ്ങൾ കാണും, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. തീർന്നില്ല, മാഷ് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കും. ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി സൂക്ഷിക്കുന്ന പതിവ് മാഷിനില്ല. അവ ക്യാൻവാസിലേക്ക് പകർത്തലാണ് മാഷിന്റെ മാസ്റ്റർ പീസ്. ഇപ്പോൾ വീട്ടിൽ എക്സിബിഷൻ്റെ സംഘടിപ്പിക്കാവുന്ന ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കാവുന്ന ഗാലറി ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 87 മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പോഴും ഓരോ സ്റ്റേറ്റിൽ പരിപാടി നടക്കുമ്പോൾ ഓരോ ജില്ലയിലും പോകും. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാസർഗോഡ് മുതൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊല്ലത്ത് വന്നിരുന്നു. അവിടെ ഇതേപോലെ സ്കെച്ചുകൾ ഏകദേശം എനിക്ക് ഒരു 1500ഓളം സ്കെച്ചുകൾ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വാഴുന്ന ഈ കാലത്തും ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷിക്കാനാണ് മാഷിനിഷ്ടം. ഗോപി മാഷ് യാത്ര തുടരുകയാണ് അടുത്ത വേദിയിലേക്ക്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനോടൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.